അപ്പോൾ ഒരു കാര്യം ഖൈറാണോ അതിൽ വാക്കോ പ്രവൃത്തിയോ അനുമതിയോ ആരതുണ്ടാകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റിസാലത്താണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഇഷ്ടത്തിന് കളിക്കാൻ പറ്റില്ല. ലോകത്തുണ്ടായ എല്ലാ ഷർറും അത് മുഖ്തസും ബിൽ അബ്ദ് എന്നാണ്. ഒരു അടിമയെ കേന്ദ്രീകരിച്ചായിരിക്കും. ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടാളുകൾ ഒരു സാഹചര്യത്തിൽ ഒരു സന്ദർഭത്തിൽ അങ്ങനെ ഉണ്ടായി വന്നു, പിന്നെ ലോകത്ത് വ്യാപിച്ചു. ഫസബബുഹു, അതിൻ്റെ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരാകലാണ്. ഒന്ന്, റിസാലത്തിന് അള്ളാഹിൻ്റെ ദീനിന് എതിരാകലാണ്. രണ്ടാമത്തെ കാരണം ജഹിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന കാര്യങ്ങളെപ്പറ്റി ജഹിൽ, അജ്ഞത എന്നതാണ്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അവിടുന്ന് സ്നേഹിക്കുന്നു എന്ന നിലക്ക് ഒരാഘോഷത്തെയാണ് മുന്തിക്കുന്നത്. അപ്പോൾ ആഘോഷം എന്ന് പറഞ്ഞാൽ ഒരു ഇബാദത്താണ്. ഇസ്ലാം പഠിപ്പിച്ച ഈദ് അയ്യാദുകളൊക്കെ, ഇപ്പോൾ ചെറിയ പെരുന്നാളാകട്ടെ, വലിയ പെരുന്നാളാകട്ടെ, യൗമുൽ ജുമഅ ആകട്ടെ, ഇതൊക്കെ പ്രമാണങ്ങളിലുള്ളതാണ്. വിശ്വാസികൾക്ക് സന്തോഷിക്കാനും പരിധി വിടാതെ ആഹ്ലാദിക്കാനും സ്നേഹം പങ്കുവെക്കാനും ഒക്കെയുള്ള അവസരങ്ങളായിട്ടാണ് പഠിപ്പിച്ചത്. അപ്പോൾ അതിൽ അന്ന് അള്ളാൻ്റെ അംറുണ്ട്. നിങ്ങൾക്കിത് ഈദാണ് എന്ന അള്ളാൻ്റെ അംർ അതിലുണ്ട്. എങ്ങനെയാണ് അവിടെ മര്യാദകളും അതുപോലെ പാലിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അംറും ഇത്തിബാവും, അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റലുണ്ട്. ഇത് രണ്ടും ഒത്തുവരുമ്പോഴേ എന്താകുള്ളൂ, ഇബാദത്തായിട്ട് മാറുള്ളൂ.